അമ്മ മഴ ചാർന്നുണ്ട് കേട്ടോ. അമ്മ നല്ല മഴയാണ്. അവൾക്കുള്ള മുട്ട എന്താ പൊരിക്കാൻ വേണ്ടിയിട്ടേ. അമ്മോ മേമഴത്ത് കുക്കർ ഓഫ് ആക്കാൻ പറട്ടോ. അപ്പം ഇന്ന് നമ്മളില്ലേ എന്താ ചെയ്യണെന്നറിയോ? മഴ ഇതും കൊണ്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുക കേട്ടോ. നല്ല മഴയുണ്ട്, നല്ല രസമുള്ള മഴ. നല്ല മഴയാണ്. എന്താ ഷീറ്റിന്ന് ഇത് വെച്ച് കൂടെ ഓരോറ്റ വെള്ളം വീഴുന്നുണ്ട് കണ്ടോ. കൂടെ ഓരോറ്റ വെള്ളം വീഴുന്നുണ്ട്. ഇനി മഴ പെയ്തു കഴിഞ്ഞു വെച്ചാലേ ഇത്ര ദിവസം നമ്മൾ വേനൽക്കാലമായിട്ട് വെള്ളല്ലോ പറയും. മഴ പെയ്യാന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ വെള്ളമാണ് ഇവിടെ വെള്ളമാണ്, അയ്യോ അളി വിളി പറയില്ലേ. മഴ വരണല്ലോ, ഓരോന്നും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ മേലാ പറയത്. ഇനി പറയാം, അങ്ങനെയല്ല പറഞ്ഞത്. എല്ലാരും പറയില്ലേ മഴ പെയ്ത നല്ല മഴയാണ്, വെയിൽ വന്നാൽ നല്ല വെയിലാണ് പറയില്ലേ. അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ലേന്ന്. അവിടെ കഞ്ഞി വെക്കാന്ന് വിചാരിച്ചിട്ട് കഞ്ഞിക്ക് അരിയെടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കടലയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ച് കടലയും കുക്കറിൽ വേവിച്ച് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നതാ. അപ്പയ്ക്കാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ മഴ. ഞാൻ വിചാരിച്ചെന്നാ മഴയെന്ന് ഒന്ന് കമ്മിയാവട്ടെ. അലുവ പോലല്ലേ ചക്ക വരട്ടിയത് കഴിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. വയൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതായിട്ട്. അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചപ്പോഴേ പറഞ്ഞു അങ്ങനെ ചക്ക വരട്ടിയിട്ടുണ്ട്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം അവിടെ അങ്ങനെ ചക്ക കിട്ടില്ല. എൻ്റെ വീട്ടിൽ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വലിയേട്ടാന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് ഐസ്ക്രീം കൂട്ടിയിട്ട് ചക്ക വരട്ടിയത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഏട്ടാ. അപ്പോൾ ചെയ്ത് നോക്കണല്ലേ അത്. ഇനി മഴ നോക്കി നിന്നാലേ ചാത്തപ്പന അവിടെ കാത്തു നിൽക്കുക കേട്ടോ. എന്താ അവനെ കൂട്ടിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. അവന് കൂട്ടിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. കുട്ടികൾ താഴെയാണല്ലോ ചെറിയോര്. കൂട്ടിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ അവന് പറക്കാൻ പറ്റണില്ല. മറ്റേത് കോഴികൾ കുറച്ചൊക്കെ പറക്കേ ചെറുതായിട്ടേ, വലുതായിട്ടില്ലേ. അവന് പറക്കാൻ പറ്റില്ല. പൊന്തോം പുതുക്കോം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പൊ അവനെ വയസ്സായില്ലേ. എന്നാ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ടേ. ഒരു തേങ്ങ പൊളിക്കണം, എന്നിട്ട് വേണം പോവാൻ. ഇന്നിപ്പല്ലേ കടലപ്പേരിയും പപ്പടവും അച്ചാറും മോരും മതിയോ? എന്താ രാത്രിയിൽ മോര് കൂട്ടാൻ പാടില്ല പറയൂട്ടോ ഏട്ടൻ പറയും രാത്രി. അപ്പം ഞാൻ പറയും ബിരിയാണി, നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ബിരിയാണിയിൽ സാലഡിൽ മോരുണ്ടാവില്ലേ, അടിപൊളി കാറ്റ് എന്താ ഉണ്ടാവില്ലേ. ഇങ്ങോട്ട് നോക്ക്, നനഞ്ഞിട്ട് ഇവിടെയൊക്കെ നനയുണ്ട് കേട്ടോ. ഈ സൗണ്ടാണല്ലേ ഒരു ഇതില്ലാത്ത. സിറ്റൗട്ടിൽ പോയിക്ക് വാ. നമ്മുടെ അച്ചുട്ടി കണ്ടോ, അവളുടെ എഴുതൽ വായിക്കൽ അവൾ ചെയ്യട്ടോ. അപ്പുറത്തെ റൂമിൽ കിച്ചുണ്ട്. കിച്ചൂരില്ലേ ബനിയനിടാൻ ഭയങ്കര ഒരു മടിയാണ്. അതാണ്ടോ മഴ പെയ്യുന്നതിൻ്റെ നമ്മുടെ ഇത് കൂടെ നിന്ന് കഴിഞ്ഞാൽ അറിയാം. കണ്ട നല്ല ശക്തിയിൽ മഴ പെയ്യുന്നുണ്ട്. കണ്ട വെള്ളം വീഴുന്നത്. മറ്റേത് അങ്ങനെ അറിയുന്നില്ല അല്ലേ, അറിയണില്ല. അത് ഞാൻ കാണിച്ചു തരാം. കുറേ പ്രവാസിയായ കൂട്ടുകാരും അറിയും കേട്ടോ മഴ കാണിച്ചു തരണേ എന്നുള്ളത്. എന്താ ഒരു ഇവിടെ ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് അറിയണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ടൊന്ന് മഴ ചാറിയിട്ട് വേണം പോവാൻ. എന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളും കാടാണ് അല്ലേ. ഇപ്പോൾ ഭയങ്കര ഒരു പേടിയുള്ളൊരു സമയമാണ്. കാരണം എന്താണെന്നറിയോ, നല്ല കാട് പൊന്തിയത് കൊണ്ട് മലമ്പാമ്പിനെ ഏത് കൂടെ മലമ്പാമ്പ് എവിടെ വന്ന് നിൽക്കുക എന്നറിയില്ല. നാളെ ഒരാൾ വന്നപ്പോഴേ എന്താ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഇവിടെ പാമ്പിൻ്റെ ചൂര് വന്ന് അപ്പോൾ വേസുട്ടേട്ടൻ പറയണേ പാമ്പിൻ്റെ ചൂരുണ്ട് ഇവിടെന്ന്. എന്താ ഈ പാമ്പിൻ്റെ മണം വരുന്ന ഇവിടെ നിന്ന്. അപ്പം ഞാനാകെ ഒരു പേടി. എനിക്കറിയാം, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ അവർ പറഞ്ഞു പാമ്പിൻ്റെ മണം വരുന്നുണ്ട്. നമുക്കിനി എന്തായാലും ഈ ഭാഗം ഒന്ന് വെട്ടി വിടണല്ലോ ഏട്ടാ, ഒരാളെ വെച്ചിട്ട്. അല്ല നമ്മൾ വെട്ടാൻ പറ്റില്ല കേട്ടോ. ഞാൻ നാള് വെട്ടാൻ വേണ്ടി നിന്നപ്പോൾ അമ്മ പറഞ്ഞു വെട്ടണ്ട, കാട് വെട്ടുന്ന മെഷീൻ കൊണ്ട്. എന്താ വെച്ചാൽ അന്ന് ആ വെയിൽ പോലത്തെ വെയിലായിരുന്നില്ലേ, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലോ വിചാരിച്ചിട്ട്. മുരിഞ്ഞ മരം ഇങ്ങനെ കാണുമ്പോൾ രാവിലെ കാണാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ രാവിലെ
ഏഹ് മുരിങ്ങ രാവിലെ കാണാൻ പാടില്ലേ? കണി കാണാൻ പാടില്ല അത്രേ. പക്ഷെ നമ്മള് കാണാതില്ല, നമ്മള് എണീറ്റ് വരുമ്പോഴേക്ക് മുരിങ്ങ മരത്തേക്ക് നോക്കിയിട്ടില്ലേ? നമ്മള് നേരെ അടുക്കള ഭാഗത്തേക്ക് ഞങ്ങള് ഈ സിറ്റ് ഔട്ടിക്ക് അധികം തുറക്കാറേയില്ല കേട്ടോ. നമ്മള് നേരെ പോവാ അവിടേക്കാ അല്ലേ? നമ്മൾ അടുക്കള ഭാഗത്തുള്ളതേ കാണും. പോവല്ലേ അങ്ങോട്ട്? കണ്ടോ? അതാണ്ടോ കള്ളപ്പണി എടുത്ത് പോയില്ലേ? ഇതാണ്ടോ നമ്മുടെ വെൽഡിങ് നല്ല കള്ളപ്പണി പഠിച്ചിട്ട് പോയി. പക്ഷെ വന്നിട്ട് ഫുള്ള് കള്ളപ്പണി ചെയ്തിട്ട് പോയല്ലേ അവര്. വീട് വരട്ടെ, ഇതൊക്കെ ശരിയാക്കിയിട്ടേ വിടും. കള്ളപ്പണി ചെയ്ത് വിടുക അങ്ങനെ പോയാൽ പറ്റില്ല. പറഞ്ഞ കൂലി കൊടുക്കുമ്പോൾ അവർ ചോദിച്ച കൂലി കൊടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞ പണി ചെയ്ത് തരണ്ടേ. നോക്കിത് പോന്നേ. അത് പോരും. അപ്പൊ ഇത് ഇങ്ങനെ കൊടുക്കില്ലേ ഇവിടേക്ക്? അവിടെ അപ്പുറത്ത് വെൽഡ് ചെയ്യാണ്ടേ, ഒരു സൈഡ് വെൽഡ് ചെയ്തിട്ടില്ലേ, ഒപ്പിച്ചെറുക്കണേ. എന്തൊക്കെ പറ്റിക്കലാണല്ലേ. ഇനി കോടാലിയും കൊണ്ട് എന്താ മഴവും കൊണ്ട് വിറക് പൊട്ടിക്കുമ്പോ തലക്കൂടിയും വീഴുവോ? ഒന്നും പറയാൻ പറ്റില്ല. അത് അവര് നേരെയാക്കിയതോ. കഷ്ട. എന്താ വെച്ചാ എന്റെ തലയ്ക്കാ വീഴി. അതിന്റെ മേൽഭാഗം വെൽഡ് ചെയ്തിട്ടില്ലേ, അടിയിൽ മാത്രം വെൽഡ് ചെയ്ത് വെച്ചെടുക്കണേ. അടി മാത്രം വെൽഡ് ചെയ്ത് വെച്ചെടുക്കണേ. ഇതെല്ലാം കൂടെ തല്ലിയിട്ട് ആണ് ഇതാക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വരും വരയ്ക്ക് എന്തായാലും വരയ്ക്ക് ചില്ലറ പണി കൂടി കൊടുക്കാറുണ്ട്. ചീര വെച്ച് 2ാം പണി കൊടുക്കാല്ലേ, അത് ശരിയാക്കി മടാളും കൂടി ചെയ്യാം. ഇങ്ങനെയൊന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പോവാ അങ്ങോട്ട് അല്ലേ? കത്തിയില്ലേ അവിടെ? കത്തിയും കാണാല, മടാളും കാണാല, ഒന്നും കാണാല. നന്നായി. അതാ കിടക്കണം. നിങ്ങൾ എവിടെ കൊണ്ടുവരുന്ന മടാളൊക്കെ തൊടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മടാൾ കാണാനാണ്? ആ പൊന്നൂസിനെ പഠിച്ച തൊടിയിലല്ല, എവിടെയാ കൊണ്ടിടുന്നത്? അതാ പാത്രങ്ങളുടെ മൂലയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്താലേ ആ പച്ചക്കറി അവിടെ നിന്ന് എടുത്ത് മാറ്റിയേക്ക്. അയ്യോ, നനഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഉണ്ടോ? ഓ, ഇതാ മുരിങ്ങക്കായ ഉണ്ട്. ഇപ്പം ഞാൻ വരാം എടുത്തിട്ട്. അതിന് ട്രൗസർ ഇടാൻ വയ്യെങ്കിൽ മുരിങ്ങക്കോല് കൊണ്ട് ഇടിപ്പിക്കുക ഞാൻ. ഉള്ളി നുറുക്കിയിട്ട് മത്തൻ സൗണ്ട് ഉണ്ടാക്കണ്ട. മടാളോ? വേണ്ട ട്രൗസർ ഇടാൻ. എല്ലാവർക്കും ഇല്ലേ മഴ പെയ്ത തണുപ്പായിട്ട് ട്രൗസർ ഇടാനല്ലേ തോന്നുന്നു. ഇതങ്ങോട്ട് ആക്കാൻ വേണ്ടിട്ടാട്ടോ. പൊന്നോട്ടെ, അടക്ക ട്രൗസർ ഇടാൻ വയ്യ. എങ്ങനെയാണോ എന്ത് പോണോ? എവിടേക്കാ പോണ നിങ്ങളൊക്കെ പാടെ? അതാ പുതിയ കുട നനയല്ലോ കുഞ്ഞാ, ഈ മഴയത്ത് കൊണ്ടുപോയിട്ട്. എന്താ ചെയ്യാ, നനച്ചു കഴിഞ്ഞാ പിന്നെ ഒന്ന് ഉണങ്ങണമെങ്കിലോ. പൈസയും കൊടുത്ത് കുട വാങ്ങിട്ട് നനയ്ക്കാണ്. പച്ചമുളക് ഞാൻ അങ്ങോട്ട് പോട്ടെ. ഏട്ടൻ്റെ ചെരുപ്പ് ഇടരുത് എന്ന് ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോക്ക്. അതുകൊണ്ട് ഏട്ടൻ്റെ ചെരുപ്പ് ഇടുന്നില്ല. ഓലന അത് ഓലൻ കടലത്തെ പൊന്നൂസ് പ്ലേറ്റ് എടുത്തിട്ട് എറിയേ പറ്റുന്ന അതിന്റെ എറിയാൻ മാറ്റി തരും. എന്തിനാന്നറിയോ? ഇനിയിപ്പോൾ പറയും വൃത്തിയില്ല പറയും. മഴയാണ്, കുട്ടികളുണ്ട് അല്ലേ, അവിടെ എന്താ വെച്ചുകൂടെ ചോദിക്കും. അവിടെ വെച്ചിട്ട് അങ്ങോട്ടും മഴയത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ അല്ല കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴേ അവർക്ക് ജലദോഷം പിടിക്കുള്ളൂ. ഈ പൊന്നൊന്ന് ഫോട്ടോ എടുത്തോണ്ടാട്ടോ ഓടി വരിക. ഇന്നിപ്പോൾ എന്താ വഴുകി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞങ്ങൾ ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വഴുകിച്ചതാട്ടോ. ഇവിടെ കഴിക്കുമ്പോഴേക്കും കുറച്ച് നേരം വഴുകും കുട്ടികളൊക്കെ ഇല്ലേട്ടാ. അപ്പം നേരത്തെ വെച്ചുണ്ടാക്കി തണുത്ത് കഴിഞ്ഞാൽ പിന്നെയും ചൂടാക്കും. ചൂട് വേണം പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചൂടോടെ കഞ്ഞിയൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ അവർ കഴിച്ചോളൂ. കണ്ടോ അമ്മൂട്ടി കഴിച്ചതാ. ചോറ് ചൂടില്ല പറഞ്ഞിട്ട് കണ്ടോ കൊണ്ടു വെച്ചിട്ട് ചൂടുള്ളത് മതിയെന്ന്. പിന്നെ എന്താ പറയുന്നത്? എന്താട്ടാ
ചൂടാക്കിയിട്ട് കഴിക്കാം. കഴിക്കാം. മഴ ഒന്ന് കുറയുന്നുണ്ട്. മഴ പോയി. പോയോ? അതിന് രാത്രി മഴയുണ്ട്. രാത്രിയിൽ അനിയേട്ടല്ലേ ജനലൊക്കെ തുറന്നിട്ടിട്ട് കിടക്കൂട്ടോ. മഴയുടെ സൗണ്ട് കേട്ട് കിടക്കണ്ടേ? മഴയുടെ അടച്ചു സൗണ്ട് പൊട്ടി കഴിഞ്ഞാൽ എങ്ങനെ അറിയാം? ടെറസ് വീടില് മഴയുടെ സൗണ്ട് ഒന്നും കേൾക്കില്ല കേട്ടോ. ആ നല്ല കേൾക്കും. ഷീറ്റിന്റെ മേലേക്ക് വെള്ളം വീഴുമ്പോൾ നല്ല ഷീറ്റിന്റെ മേലേക്ക് വെള്ളം വീണതേ ഉള്ളൂ. ഈ ഒരു സൗണ്ട് കേൾക്കില്ല. ഈ സൗണ്ട് ഇതിനെക്കാട്ടും സൗണ്ട് കേൾക്കും. അത് ഷീറ്റിന്റെ മേലേക്ക് വീഴുമ്പോ പതവും 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 പറഞ്ഞിട്ടുള്ള സൗണ്ട്. അതിന് ഷീറ്റിന്റെ മേലേക്ക് വെള്ളം വീഴുമ്പോൾ ഇതിനെക്കാട്ടും സൗണ്ട് കേൾക്കും. നല്ല രസമല്ലേ? മഴ കുറഞ്ഞില്ലേ? ഇതാ കുറഞ്ഞു കേട്ടോ. കുട്ടികളില്ലേ അവിടെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊതന്നെയാണ്. ഞങ്ങൾ അവിടെയെന്ന് പറഞ്ഞാൽ ഇവിടെയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇനി മഴ കഴിയുന്നവരെയൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടാവൂലേ? പൊന്നിസൊക്കെ ജലദോഷം പണിയും പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ അല്ലേ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കട്ടോ. തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല. പച്ചമുളക് കൊണ്ടുവന്നുണ്ടോ ചന്തേന്ന് വറക്കാൻ പറ്റിയ പച്ചമുളക് വറുത്തിട്ട് തൈരും കൂടിയും കൂട്ടിയിട്ട് കഴിച്ചാണല്ലോ നല്ല രസമാട്ടോ. ഒരു നേരം വേറൊന്നും വേണ്ട അല്ലേ? ഓലനുള്ളത് അടുപ്പത്തായി. അത്ര മതി. കടുക്, കണ്ടോ? കടലപ്പേരി നല്ല ടേസ്റ്റല്ലേ കടലപ്പേരി? നല്ല ഇഷ്ടാട്ടോ. മീറ്റ് മസാല, ചെറുള്ളിയാണെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ 3 പ്രാവശ്യം കറണ്ട് പോയി വന്നു കേട്ടോ. അപ്പോൾ വലിയ ഉള്ളി തന്നെ എടുത്തു. ഈ കടല വടകര ഒരു പ്രാവശ്യം നിൽക്കുമ്പോൾ ചായക്ക് കടിക്കാൻ ഒരു കടി ഉണ്ടാക്കും. അവിടെ ചായക്കടി ഇങ്ങനത്തെ ഒരു കടല കിട്ടും. ഞാനത് ഉണ്ടാക്കി തന്നിലേക്ക് ആ കടി കൂട്ടിയിട്ട് ഒരു പ്രാവശ്യം കഴിച്ചിട്ട് അങ്ങോട്ട് ഗ്യാസ് കയറി അവസാനം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ചേട്ടനോ? ഈ കടല കാണുമ്പോഴേക്ക് പേടി പോയി. നേരം വെളുക്കാൻ പെട്ട പാട് അറിയാം. വെയ്യായ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? ഗ്യാസ് കയറിയിട്ട് തിരിഞ്ഞു മറിഞ്ഞും കിടക്കാൻ പറ്റണ്ടേ? നടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റാത്ത അവസ്ഥ ഉണ്ട്. അപ്പോൾ പക്ഷെ ഇപ്പോൾ ഒക്കെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ കടലപ്പേരി, വെള്ളപ്പയർ ഈ കടല നല്ല ഇഷ്ടമുള്ളതാക്കി. അതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ആ സംഭവം കഴിച്ചത്. ചായക്കടി കഴിച്ചിട്ട് അങ്ങനെ വരും. മുളക് പൊടി ഇട്ടോ. കുറച്ച് മല്ലിപ്പൊടി, ഗ്യാസ് കമ്മി. ഇങ്ങനെയൊക്കെയാണ് കുക്കിങ്. പിന്നെ എങ്ങനെ ഇതിൻ്റെ അളവ് പറഞ്ഞെടുക്കും? ഇങ്ങനെയൊക്കെയാണ് കുക്കിങ്. പിന്നെ എങ്ങനെ ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇനി അത് ശ്രമിക്കാം. ഇതിപ്പോൾ അളവ് പറയും വരുമ്പോൾ ഇതിൽ എന്തളവോ പറയുക? അളവ് പറയുന്ന ആദ്യം അളവൊക്കെ എടുത്ത് ചെയ്യാട്ടോ. അതിനുള്ള സാധനം ഞാനില്ലേ ഈ ഓൺലൈനിൽ നിന്ന് കവർ പൊട്ടിച്ചിട്ട് കൊട്ടിക്കഴിഞ്ഞ് ഇതിന് എന്താണോ പറയുന്നത്? എന്നിട്ട് നിങ്ങൾക്ക് അധികമാവാറുണ്ട്. അവർക്ക് എടുക്കാൻ അളവ് കിട്ടിക്കഴിഞ്ഞാൽ അളവിന് എടുക്കാമല്ലോ. ഞാൻ അതങ്ങനെ ചെയ്യാം. പോരെ? നിങ്ങൾ പേടിക്കണ്ടേ കേട്ടോ. തേങ്ങയല്ലേ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചിരകിയിട്ട് കൂട്ടാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വറുത്തിട്ടില്ലേ എന്താ നീളത്തിൽ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കടലപ്പേരി ഇത് എൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടുകാർ പറയൊക്കെ എന്താ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഉണക്കമുളകും ചെറിയുള്ളിയും പാടെ കുത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കുമല്ലോ ചേട്ടാ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചായ കുടിക്കാൻ എടുക്കും വരും. അങ്ങനെ എടുക്കും. അവിടെ നിന്ന് 2 മല്ലിയില എടുത്തിട്ട് വരുമോ? കറിവേപ്പിൻ്റെ ഇല ഇല്ല. മല്ലിയില കൊണ്ടുണ്ടോ? മല്ലിയില കൊണ്ടുണ്ടോ? നമ്മളൊക്കെ പണ്ടിട്ടാറ് വെറും കറിവേപ്പിൻ്റെ ഇല മാത്രമാണ്. ഇതിപ്പോൾ മല്ലിയിലേക്ക് വന്നു തുടങ്ങിയത് അല്ലേ? മല്ലിയിലേക്ക് എനിക്ക് ആദ്യം മല്ലിയില ഇഷ്ടേ ഉണ്ടായിരുന്നില്ല. എനിക്ക് അതിൻ്റെ രുചി ഇഷ്ടേ ഇല്ലാണ്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഞാൻ കഴിക്കുകയേ ചെയ്യുന്നില്ല. ചന്തേ മുള്ളങ്കിയോ? മുള്ളങ്കി ഒരു പ്രാവശ്യം അച്ഛൻ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് വെക്കാറിയാണ്ട് ഞങ്ങൾ കളഞ്ഞു അത്. എന്നിട്ടാ
എന്തിനാ എങ്ങനെ ചെയ്യാന്ന് അറിയില്ല. എങ്ങനെ ചെയ്യാന്ന് നമ്മുടെ ഇവിടെ നിന്ന് ആര് അടുത്ത വീട്ടുകാരോട് ചോദിക്കുമ്പോൾ അടുത്ത വീട്ടുകാരും കണ്ടിട്ടില്ല, നമ്മളും കണ്ടിട്ടില്ല, അന്ന് ഫോണും ഇല്ല, ഒന്നുമില്ല. എന്താ നമ്മുടെ ഉപ്പേരിയായി. ഇനി അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ മത്തൻ്റെ ആയി കേട്ടോ. അപ്പോൾ എന്താ ചൂടുള്ള കഞ്ഞി, കടലപ്പേരി, മത്തനോലൻ, വേണമെങ്കിൽ പപ്പടം കാച്ച. എന്താ പപ്പടം ആയിരിക്കും വേണ്ട പറഞ്ഞു. അപ്പോൾ ശരി, നിർബന്ധിക്കാൻ പാടില്ലല്ലോ. വേണ്ട. നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുമായി എന്ന് ഞാൻ പറയില്ല, തികയില്ല. ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്തേക്കും, നാളെ ചൂടാക്കും കേട്ടോ. ബാക്കി ഉണ്ടാവാൻ സാധ്യത കമ്മിയാണ്. ദോ മൊയിലോ അതിന് ക്യാരറ്റ് മൊയിലാണ്. ഇയാരെ കുറുക്കനോ? പണ്ടാര എന്ത് പറഞ്ഞേ? പണ്ടാര ഞാൻ കുറുക്കനാന്ന്. തല്ലല്ലേ എന്റെ കുട്ടീനെ വെറുതെ എന്റെ കുട്ടീനെ. കുഞ്ഞേട്ടൻ ഇതൊക്കെ കഴുകിയതാട്ടോ അവിടുന്ന്. തിന്നോ നല്ലത്. നമ്മളില്ലേ നമ്മുടെ വിശേഷം നിർത്തട്ടെ. ഇനി അടുത്തൊരു മഴ വരുന്നുണ്ട്, കഞ്ഞി കുടിക്കട്ടെ. അപ്പോൾ നാളെ നല്ല ഇങ്ങനെയാണോ കടലപ്പേരി ഉണ്ടാക്കാറ്? വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വെളുത്തുള്ളി ഉണക്കമുളകും അതേപോലെ ചെറിയുള്ളിയും പാടെ നല്ല കുത്തിയിട്ട് കടുക് താളിച്ചിട്ട് അങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ തേങ്ങ ഇടില്ല. അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്, ഒന്ന് കമൻറ്റ് ചെയ്യൂ അല്ലേ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് മഴ? പെയ്യാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലേ? നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടോ? അതൊക്കെ പറയൂ. അപ്പോൾ നാളെ കാണാം.